കൂത്താട്ടുകുളം ജനനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വനിതാ രത്നങ്ങളെ ആദരിച്ചു. സാമൂഹിക പ്രവർത്തന രംഗത്തു നിന്നും ജനനി വിമൻസ് സൊസൈറ്റി സ്ഥാപക എൽ വസുമതിയമ്മ, ആയുർവേദ ചികിത്സാ രംഗത്തു നിന്നും ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് ശ്രീധരിയം, സംരംഭക രംഗത്തു നിന്നും സുജ പ്രദീപ് എന്നിവരെയാണ് ആദരിച്ചത്. കൂത്താട്ടുകുളം ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജനനി ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീജിത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. കൂത്താട്ടുകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് NC വിജയകുമാർ ആമുഖ ഭാഷണം നടത്തി. സഹായങ്ങൾ നൽകി അതോടൊപ്പം തന്നെ അവർക്കുള്ള സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി പദ്ധതികൾ നടപ്പാക്കുകയുമാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തത്. അതിന്റെ ചെയർമാൻ ശ്രീജിത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഈ വനിതാ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത നമുക്ക് എവർക്കും സുപരിചിതനായി നിൽക്കുന്ന ശരത്ചന്ദ്രൻ നായർ ഉണ്ട്. അതോടൊപ്പം തന്നെ കൂത്താട്ടുകുളം നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപ്പൽ ജോൺ, അതോടൊപ്പം തന്നെ NSS വനിതാ സമാജത്തിന്റെ പ്രസിഡന്റ് സുധാ വിജയൻ. ഇന്ന് നമ്മൾ ആദരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വനിതകളുടെ ഉയർന്നതിക്ക് വേണ്ടിയിട്ട് ജനകീയമായ ഇടപെടലുകൾ നടത്തുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും അടിസ്ഥാനം ഇന്ന് കേരളം കാണുന്ന മാതൃകാപരമായ ജനകി, അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്ത അതിന് നേതൃത്വം കൊടുക്കുകയും അത് പിന്നീട് സംസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത ജനനി സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫൗണ്ടേഷന്റെ അധ്യക്ഷ എൽ വസുമതിയമ്മ ടീച്ചർ മാതൃകാധ്യാപിക എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ ജനകീയമായ ഇടപെടലുകൾ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിലും ടീച്ചറായി നമ്മൾ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദ രംഗത്ത് പുതിയ മാർഗങ്ങൾ, പുതിയ രീതിശാസ്ത്രം മെനയുന്ന ശ്രീധരീയത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് ഉണ്ട്. നമുക്കറിയാം, ആയുർവേദ രംഗത്ത് ഇന്ന് പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രീധരീയം ആഗോളതലത്തിൽ പ്രശസ്തമാക്കുമ്പോൾ ഡോക്ടറുടെ പ്രവർത്തനങ്ങളെ ജനനി ഫൗണ്ടേഷൻ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് യുവാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മധ്യവയസ്കർ ഉൾപ്പെടെ മുതിർന്നവരുൾപ്പെടെ സീനിയർ സിറ്റിസൺ ഉൾപ്പെടെ അവർക്ക് ചലനമായ ദ്രുതഗതിയിലുള്ള ശാരീരിക ചലനങ്ങളും അതോടൊപ്പം സംഗീതത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ന് യുവതലമുറയെയും അതോടൊപ്പം തന്നെ പഴമക്കാരെയൊക്കെ ചേർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു എന്റർടൈനറാണ് സുബ ഡാൻസിലൂടെ സുജ എന്ന് നമുക്ക് കാലഘട്ടത്തിന്റെ വഴികളിൽ പുതിയ രീതിശാസ്ത്ര നൃത്തച്ചുവടുകളിലൂടെയും പാട്ടിന്റെ വഴികളിലൂടെയും ഒക്കെ ഒരുക്കുന്നത് സുജ പ്രദീപിനെയുമാണ് നമ്മൾ ആദരിക്കുന്നത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശരത്ചന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്താട്ടുകുളം ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് പ്രിൻസിപ്പൽ ജോൺ, NSS വനിതാ സമാജം പ്രസിഡന്റ് സുധാ വിജയൻ, ശരത്ചന്ദ്രൻ നായർ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കൂത്താട്ടുകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനനി ഫൗണ്ടേഷൻ അവര് സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ അഭിവൃദ്ധിക്ക് എല്ലാം മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും മറ്റ് സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ സംഘടനയാണ്. ആ സംഘടന ഇന്ന് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്നലെയായിരുന്നു ലോക വനിതാ ദിനം. ജനനി ഫൗണ്ടേഷന്റെ പേരിൽ ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിന് ആദ്യം ശ്രീജിത്തിനെ അതിൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ വനിതകൾക്ക് വേണ്ടി വനിതകളെ ആദരിക്കുക എന്നുള്ളത് പുരുഷന്മാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും. ഏതായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരാനും ഇങ്ങനെ ഒരു രണ്ടു വാക്ക് സംസാരിക്കാനുള്ള ഒരു കരുത്ത് തന്നത് പ്രിയപ്പെട്ട വസ്തേച്ചിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറഞ്ഞ പോലെ അരങ്ങത്തേക്ക് എത്തിയില്ലെങ്കിലും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരു സഹായം എനിക്ക് ചെയ്യുന്നു വസ്തേച്ചിയാണ്. വസ്തേച്ചിയുടെ ഒരു വസ്തേച്ചിയുടെ നിർബന്ധം മൂലമാണ് ഞാൻ പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങാൻ തയ്യാറായത്. പ്രവർത്തന മേഖല ഞങ്ങളുടെ രണ്ടുപേരുടെയും രണ്ടാണെങ്കിലും ഞാൻ സമുദായ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയെങ്കിലും വസ്തേച്ചിയെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഏതായാലും ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത ജനനി ഫൗണ്ടേഷനും ഒരു ആദരവ് നൽകാൻ എനിക്ക് അവസരം തന്ന മറ്റെല്ലാ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദേശീയ വനിതാ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്ത
ചെയ്ത് അതിങ്ങനെ തുടർന്ന് പോകുന്നു. അങ്ങനെ പല രാജ്യങ്ങൾ ലോകമൊട്ടാകെയുള്ള വനിതകൾ പല പല രംഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ സമരം ചെയ്തും ഒക്കെ നേടിയെടുത്ത കുറേ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിൽ പെട്ട് ഇതിപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. കാരണം സ്ത്രീകളെ പ്രത്യേകമായി വെച്ച് അവരെ ഈ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാണെന്നുള്ളൊരു തോന്നൽ വന്ന് അവരെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇതിനകത്ത് സ്ത്രീകളുണ്ടോ ഈ സംഘടനയിൽ? എനിക്ക് അറിയില്ല, ഉണ്ടല്ലേ? അപ്പോൾ ആ സ്ത്രീകളെ എല്ലാം സംഘടിപ്പിച്ച് അവരുടെ നല്ല കാര്യങ്ങൾ അവരെ പോഷിപ്പിക്കുന്ന ഒരു സംഘടനയായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഏത് രംഗത്ത് ചെന്നാലും ഒരു ചെറിയ സംവിധാനം മുതൽ എല്ലാ രംഗത്തും സാർവദേശീയ വനിതാ ദിനം ആഘോഷിക്കാനൊരു കാലഘട്ടമല്ല ഇപ്പോൾ. നമ്മൾ ലോക ചരിത്രത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല, ആദരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞു തന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നതിൽ വളരെ സന്തോഷം. അത് പ്രാവർത്തികമാക്കണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സ്ത്രീകൾ അവരുടെ വേതനം ഉറപ്പാക്കാനും വോട്ടവകാശത്തിനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെയൊരു അതിന് ആ ഒരു വോട്ടവകാശമൊക്കെ നേടിയെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ ഒരു വനിതാ ദിനം സംഘടിപ്പിച്ചത് എന്നൊക്കെ പറയുണ്ടായി. പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം എത്ര നാര്യസ്തു പൂജ്യത്തെ രമന്തേ തത്ര ദേവത, നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് സ്ത്രീകൾ പൂജിക്കുന്നിടത്ത് ഈശ്വരൻ സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ അത് നമുക്ക് ഇന്നത്തെ കാലത്ത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില ചടങ്ങുകൾ, ദിവസങ്ങൾ, ഓർമ്മപ്പെടുത്താൻ ചില ദിവസങ്ങൾ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഷാജേട്ടൻ പറയണ്ടായി, തമാശ രൂപത്തിൽ പറഞ്ഞതാണ്, പക്ഷെ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ജനിച്ച അന്ന് മുതൽ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് ലഭിക്കുന്ന ഇവൻ കുടുംബങ്ങൾ അറിയാം. ഇപ്പൊക്കെ കാലം മാറി, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പണ്ടത്തെയൊക്കെ ആൺകുട്ടികൾക്ക് ഒരു കുടുംബത്തിൽ ആൺകുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം. അതുപോലെ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും എല്ലാ നിമിഷവും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ അംഗീകാരം കിട്ടുന്നവരാണ് പുരുഷന്മാർ. അതില്ലാത്തവർ, നമ്മൾ എവിടെയാണോ വീക്കായിട്ടുള്ളത് അവിടെയാണ് അവർ കൈ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ദിവസം, അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അമിതഭാരത്താൽ പുറത്തു പോകാൻ പോലും കളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരു ഫങ്ഷനിൽ ഉണ്ടായ ഒരു ബോഡി ഷേമിങ്ങിൽ ഞാൻ എടുത്ത ഒരു കുറച്ച തീരുമാനമാണ് ഇന്നത്തെ ഞാനായി മാറാൻ കഴിഞ്ഞത്. ഷാജി കണ്ണങ്കോട്ടിൽ, സുനീഷ് മണ്ണത്തൂർ, വിൽസൺ വേദാനി, PR വിജയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ജനനി ഫൗണ്ടേഷൻ ഭാരവാഹികളായ പ്രദീപ് ഭാസ്കർ, രഞ്ജിത്ത് RP, അജിത് V ഗോവിന്ദ്, ചിപ്പി മനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.